ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ട ഫോറിൻ ലിക്വർ റൂൾസ് എന്ന ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മദ്യത്തിൻ്റെ വിഘടനം പ്രധാനമായി നടക്കുന്ന അവയവം ഏതാണ്? കരളാണ് കേട്ടോ, കരളാണ്. മദ്യത്തെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? ഹെപ്പറ്ററ്റിക് പോർട്ടൽ വെയിനാണ് കേട്ടോ. ഹെപ്പറ്ററ്റിക് പോർട്ടൽ വെയിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദഹനം ആവശ്യമില്ലാതെ നേരിട്ട് രക്തപര്യന വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ലഹരി പദാർത്ഥം ഏതാണ്? മദ്യമാണ് കേട്ടോ, മദ്യമാണ്. മദ്യത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം ആമാശയത്തിൽ ആഗിരണം ചെയ്യുന്നു? എത്രയാണ്? 20%. എത്രയാണ്? 20%. മദ്യത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം ചെറുകുടലിൽ ആഗിരണം ചെയ്യും ചോദിച്ചാൽ 80%. മദ്യത്തെ വിഘടിക്കാൻ കരളിൽ ആദ്യം പ്രവർത്തിക്കുന്ന എൻസൈം ഏതാണ്? ഏതാണെന്ന് ചോദിച്ചാൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനീസ് ആണ് കേട്ടോ. ആൽക്കഹോൾ ഡീഹൈഡ്രോജനീസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഹൈഡ്രജനീസ് കേട്ടോ. വിദേശ മദ്യത്തെ പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3-13. എത്രയാണ്? 3-13. ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമോ ആയ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എത്രയാണെന്ന് ചോദിച്ചാൽ 35 ഡിഗ്രി UP ആണ്. താഴെ പറയുന്നതിൽ ഡ്രൈ ഡേയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കും. മന്നം ജയന്തി ഡ്രൈ ഡേയിൽ ഉൾപ്പെടില്ല. ഒരേ സമയം കൈവശം വച്ചിട്ടുള്ള എല്ലാത്തരം മദ്യങ്ങളുടെയും ആകെ അളവ് എത്ര ലിറ്റർ കൂടാൻ പാടില്ല ചോദിച്ചാൽ 15 ലിറ്ററിൽ കൂടാൻ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ഷേത്രം, പള്ളികൾ തുടങ്ങിയവയിൽ നിന്നും എത്ര മീറ്റർ ദൂരപരിധിയിൽ FL3 ലൈസൻസുകളുള്ള മദ്യശാലകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ചോദിച്ചാൽ എത്രയാണ്? 200 മീറ്ററാണ് കേട്ടോ. എത്രയാണ്? 200 മീറ്ററാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഫെർമെൻറ്റഡ് ലിക്കറിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ വൈനാണ്. ഏതാണ്? വൈനാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ സ്പിരിറ്റിനെ ഡീനാച്ചുറൈസ് ചെയ്യുന്നതിനായി ഉപയോഗിക്കാത്ത രാസപദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്യൂറഡാനാണ്. ഏതാണ്? ഫ്യൂറഡാനാണ് എന്ന് പറയുന്നത് കേട്ടോ. വൈപ്പിൻ ദ്വീപ് മദ്യ ദുരന്തം നടന്ന വർഷം എന്നാണ്? 1982. 1 ലിറ്റർ ആൽക്കഹോൾ എത്ര ലിറ്റർ പ്രൂഫ് സ്പിരിറ്റിന് തുല്യമാണെന്ന് ചോദിച്ചാൽ 1.75 ലിറ്ററാണ്. സക്കാരോമീറ്ററിന് ഏറ്റവും ഉയർന്ന ഗ്രാവിറ്റിക്കും ഏറ്റവും താഴ്ന്ന ഗ്രാവിറ്റിക്കും ഇടയിലുള്ള ഡിഗ്രികളുടെ എണ്ണത്തെ പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. എത്രയാണ്? അതിനെ പറയുന്നത് ആറ്റുനേഷൻ. ഏതാണ്? ആറ്റുനേഷൻ എന്നാണ് പറയുക കേട്ടോ. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ കഴിയുന്ന കള്ളിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. എത്രയാണ്? 1.5 ലിറ്ററാണ്. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ കഴിയുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 3 ലിറ്ററാണ്. എത്രയാണ്? 3 ലിറ്ററാണ്. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ കഴിയുന്ന ബിയറിൻ്റെ അളവ് എത്ര ലിറ്ററാണ്? ബിയറിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 3.5 ലിറ്ററാണ്. എത്രയാണ്? 3.5 ലിറ്ററാണ്. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്ന വൈനിൻ്റെ അളവ് എത്ര ലിറ്ററാണ്? എത്രയാണ് വൈനിൻ്റെ അളവ്? അത് 3.5 ലിറ്റർ തന്നെയാണ് കേട്ടോ. അടുത്തത്, ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്ന വിദേശ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് വെച്ചാൽ 2.5 ലിറ്ററാണ്. എത്ര? വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ കേട്ടോ. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്ന കൊക്കോ ബ്രാൻഡിയുടെ അളവ് എത്രയാണ്? കൊക്കോ ബ്രാൻഡിയുടെ അളവ് എത്രയാണ്? 1 ലിറ്റർ. എത്രയാണ്? 1 ലിറ്ററാണ്. 1983 അബ്കാരി ഓർഡിനൻസ് പ്രഖ്യാപിക്കാൻ കാരണമായ ദുരന്തം ഏതാണ്? ദുരന്തം? വൈപ്പിൻകര മദ്യ ദുരന്തം. ഏതാണ്? വൈപ്പിൻകര മദ്യ ദുരന്തമാണ്. ദി അബ്കാരി ഓർഡിനൻസ് പ്രഖ്യാപിച്ചത് എന്നാണ്? 1983 നവംബർ 1 കേട്ടോ പ്രഖ്യാപിച്ചത്. വാളയാർ മദ്യ ദുരന്തം നടന്ന വർഷം എന്നാണ്? വാളയാർ മദ്യ ദുരന്തം നടന്ന വർഷം ചോദിച്ചാൽ 2020. വാളയാർ മദ്യ ദുരന്തം നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ചെലങ്കാവ് ആദിവാസി കോളനി. ഏതാണ്? ചെലങ്കാവ് ആദിവാസി കോളനിയാണ്. മലപ്പുറം മദ്യ ദുരന്തം നടന്ന വർഷം എന്നാണ്? മലപ്പുറം മദ്യ ദുരന്തം നടന്ന വർഷം ചോദിച്ചാൽ 2010 നടന്നത്. എന്നാണ്? 2010. കല്ലുവാതിക്കൽ മദ്യ ദുരന്തം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. ഏതാണ്? കൊല്ലമാണ്. കല്ലുവാതിക്കൽ മദ്യ ദുരന്തം നടന്ന വർഷം എന്നാണ് ചോദിക്കുന്നത്? എന്നാണ്? 2000 നടന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ FL11 ലൈസൻസ് ഉള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിക്കുക. ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. റിസോർട്ടുകൾ അഥവാ ഹെറിറ്റേജ് ഗ്രാൻഡുകൾ, അതുപോലെ തന്നെ KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും കേട്ടോ. അടുത്തത്, ബിവറേജായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? ബിവറേജായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? ഈഥേൻ ആൽക്കഹോൾ. എന്താണ്? ഈഥേൻ ആൽക്കഹോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുത്തത്, നാഷണൽ ഹെൽത്ത് പോർട്ടൽ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള മരണങ്ങളിൽ മദ്യം മൂലം സംഭവിക്കുന്ന മരണങ്ങൾ എത്രയാണ് എന്ന് ചോദിക്കുന്നത്. എത്രയാണ്? 3.2%. എത്രയാണ്? 3.2%.